എത്ര പേർക്ക് നിലവിളിക്കുവാൻ കഴിയും? അപ്പാ, എന്റെ വിഷയത്തിൽ ഒരു മറുപടി തരണമേ അപ്പാ. എന്നോട് കർത്താവ് മനസ്സലിയണമേ അപ്പാ. എന്റെ വിഷയം എനിക്ക് ആരോട് പറയുവാൻ കഴിയുന്നില്ല. ഞാൻ വേദനയുടെ നടുവില, ഞാൻ കണ്ണുനീരോടെ കഴിയുന്നു എന്ന എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പന്റെ മുഖത്തേക്ക് നോക്കി പറയുവാൻ കഴിയും? കുഞ്ഞേ, ഹന്നയുടെ കരച്ചിൽ കണ്ട് അന്നയുടെ നിലവിളിക്ക് മറുപടി തന്ന ദൈവം നിന്റെയും വിഷയത്തിന് മറുപടി തരുവാൻ സർവശക്തനാ. ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്ത് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ എൽക്കാന ഹന്നയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചറിയാമോ? ഹന്നേ, നീ എന്തിന് കരയുന്നു? നീ എന്തിനാ ഹന്നെ കരയുന്നത്? നീ വ്യസനിക്കുന്നത് എന്തിനാ എന്ന എൽക്കാന ചോദിക്കുന്നു. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? പ്രിയരെ, ഹന്ന ദൈവത്തോട് ഒരു നേർച്ച നേർന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹന്ന ഹല്ലേലൂയ നിലവിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഹന്ന ഒരു സമർപ്പണത്തോടുകൂടെ ഇപ്പോൾ നിൽക്കുക. ഹന്ന പറയുന്നു, നീ എനിക്കൊരു ആൺതരിയെ തന്നാൽ, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, ഒരു മകനെ തന്നാൽ, ഞാൻ ആ കുഞ്ഞിനെ ജീവപര്യന്തം ഞാനത് ആലയത്തിന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് നൽകും എന്നാണ് പറഞ്ഞത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, ഹല്ലേലൂയ, സഹോദരനെ, സഹോദരിയെ, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവരെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. എത്ര പേർക്ക് ദൈവത്തിന് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഹന്നയെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. നാളുകളായി തലമുറയില്ലാതെ ഭാരപ്പെടുന്ന സഹോദരി, നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ കഷ്ടം, ഈ വേദന, എന്റെ ഈ ദുഃഖം ആരോട് പറയുമെന്നോർത്ത് ഓരോ ദിവസം നീ കരയുകയല്ലേ? നിന്റെ കരച്ചിന് മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. റാഹേലിന്റെ ഗർഭത്തെ തുറന്ന ദൈവം, ഹന്നയുടെ കരച്ചിലെ കണ്ട ദൈവം, നിശ്ചയമായും ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നുവോ, നിശ്ചയമായും നിനക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്.